ഇന്ന് സൺഡേ അമൽച്ചാൻ്റെ റിലേറ്റീവിൻ്റെ ഒരു ബാപ്റ്റിസം ഉണ്ടായിരുന്നു കൊച്ചിൻ വില്ലിംഗ്ടൺ ഐലൻഡിലെ കാസിനോ ഹോട്ടലിൽ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോയിട്ടാണ്. ഞാനവനും ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. 2-3 ദിവസമായിട്ട് തൃശ്ശൂരായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇടും. അത് ഇത്തിരി കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ അത് വന്ന് അങ്ങനെ തന്നെ ഇത് ഉച്ചയ്ക്കായിരുന്നു ഫംഗ്ഷൻ. ബാപ്റ്റിസമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, രണ്ടാമത്തെ കൊച്ചിൻ്റെ ബാപ്റ്റിസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കസിൻസിനൊക്കെ കണ്ട് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഇങ്ങനെ കാണണം, ഓരോ ഫംഗ്ഷൻ വരുമ്പോഴല്ലേ കാണണം. അപ്പോൾ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ കാസിനോൻ്റെ കള്ളപ്പം അടിപൊളിയായിരുന്നു. കള്ളപ്പം മാത്രമല്ല, ഇന്നത്തെ മെനു ഭയങ്കര ഒരു വെറൈറ്റി മെനു ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. കള്ളപ്പമൊക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഫോട്ടോ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം തിരക്കായിരുന്നു. അപ്പോഴേക്കും ഇവന് വിശക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫ്രൈഡ് ജിലേബി ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഞാനത് കഴിച്ചില്ല, ഇവൻ പറഞ്ഞു. പിന്നെ ഞാൻ പാലട കഴിച്ചു. പാലട പായസം എനിക്ക് ഇഷ്ടമാണല്ലോ. അങ്ങനെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കസിൻസിനൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുക്കാം കേട്ടോ. പിന്നെ കാസിനോ ഹോട്ടലിൽ ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് പോണത് ഒരു ഫംഗ്ഷന്. ഞങ്ങൾ ബീനാൻറ്റിയുടെ ജോസങ്ങളിൽ 50th വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെ തന്നെയായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല എന്താ പറയുക, നല്ലൊരു ഹോളാണ് എൻ്റെ ഉള്ളിലത്തെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് താങ്ക്സ് ഗിവിങ് നമുക്ക് തന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ചോക്ലേറ്റ്സ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ്. അപ്പോൾ അതൊക്കെ വണ്ടിയിലിരുന്ന് കഴിച്ചു അവസാനിപ്പിച്ചു ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. ഇത് ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതേ ഫോട്ടോസ് വരുന്നുണ്ട്, കണ്ടോളൂ. ഇത് അമൻ്റെ കലാവിരുദ്ധകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ എടുത്തത്. അവന് നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിലും നമ്മൾ നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ അവന് ഇഷ്ടമുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഫോട്ടോ എടുത്ത് തരാൻ ഒരാളുണ്ടെങ്കിൽ കുറേ പോസ്റ്റ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എത്തുമ്പോൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എത്തി. അപ്പോൾ കുറേ നേരം കിട്ടി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.